ടെലിവിഷനുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കിടന്ന് പിൽക്കാലത്ത് അതിൻ്റെ മകൻ ടി വിയിലായി പിടിച്ചീത്ത് വിളിക്കുന്നു. അത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ അത് വെച്ച് മാത്രം ഒരു കക്ഷിയുടെ പേരിലൊരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. നിരപരാധിയായ എൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ റെഫർ ചെയ്തു. അതുകൊണ്ട് അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്. അമ്മ ശരിക്കും ഞാൻ വീട്ടിലങ്ങനെ ആ സിറ്റുവേഷനിൽ പോകത്തില്ലായിരുന്നു. അമ്മ പലപ്പോഴും അമ്മയ്ക്ക് വല്ലതും പറയാണ്ട് ഞാൻ ഈ നമ്മൾ തമ്മിൽ ഒരു അമ്മ ടെലിവിഷനോട് സംസാരിച്ച് പ്രശ്നം ഇങ്ങോട്ടൊന്നും കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ആ ബന്ധം അമ്മയ്ക്കെങ്കിലും ഉണ്ട്, അച്ഛൻ അതുമില്ല. എൻ്റെ അച്ഛൻ പറഞ്ഞത് എൻ്റെ തലയ്ക്ക് ഓളാന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആരും ചെയ്യത്തില്ല. UPSC വഴി വന്ന ഒരു പോസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് പോകേണ്ട കാര്യമില്ല. എന്നിട്ട് ഞാൻ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ പോകുന്ന ഏഷ്യാനിലേക്ക് ജോയിൻ ചെയ്തു. നിങ്ങളുടെ ചോരയിൽ ചവിട്ടിയാണ് ഈ സ്ഥാപനം ഇത്രയും വലിയൊരു സാമ്രാജ്യമായത്. നിങ്ങളുടെ ചോരയിൽ ചവിട്ടി തന്നെ ഈ സ്ഥാപനം നിങ്ങളുടെ ശവത്തിൻ്റെ മേളിലൂടെ കടന്നു. ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ വിളിച്ച് ഭാര്യയുടെ പേരും തോന്നി ചിലപ്പോൾ മുഴുവൻ പേരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഏഷ്യാനെറ്റിൻ്റെ ആണ് നമ്മൾ കൃത്യമായിട്ട് എല്ലാം പറയും. എന്നിട്ട് ഞാൻ ഈ മേധാവിയോട് തിരിഞ്ഞിട്ട് ഇങ്ങനെ എത്ര ക്നാപ്പന്മാരോട് നമ്മുടെ ബയോഡേറ്റ പറയേണ്ടി വരും ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോർ വലിച്ചിടത്തിറങ്ങി. ഇന്നും ഈ ഡോക്ടർ ജിമേനോൻ എന്നോട് അന്ന് നിർബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അയാൾ തന്നെ തുറന്നേനെ. അതേ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു പ്രവചനം പോലെ വന്നു, നിങ്ങൾക്ക് ടെലിവിഷനിൽ പലതും ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 9 മണിക്കൂർ നിന്നാണ് ഈ ഫ്ലവേഴ്സിലേക്കും 24ലേക്കും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യും. എന്നോട് ഇങ്ങനെ മധു 42,000 വോട്ടിന് വിജയത്തിലേക്ക്. ഞാൻ മധു അങ്ങനെ ജയിക്കണം, മധു അങ്ങനെ ഒരു മനുഷ്യനാണ്. എന്നിട്ട് ആരാണ് ഈ മധു എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി എനിക്കും അറിയത്തില്ല. ഈ ഒരു കാര്യം കൂടി ഇപ്പം വളരെ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ടെലിവിഷൻ എന്ന് പറയുമ്പോൾ ഈ പത്രത്തിന് ശേഷമാണ് ഇവിടെ ടെലിവിഷൻ വരുന്നത്. നമുക്കൊരു 2.5 പതിറ്റാണ്ടിൻ്റെയൊക്കെ ഒരു പ്രായമാണ് ന്യൂസ് ടെലിവിഷൻ്റെ കാര്യത്തിൽ കേരളത്തിലുള്ളത്. അപ്പോഴും ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗൗരവത്തിൻ്റെ ഒരു പ്രതലം, അല്ലെങ്കിൽ ഈ കോട്ടിട്ട് വായിക്കുന്ന ഈ അകലമുണ്ടാക്കുന്ന തരത്തിലുള്ളൊരു സംഗതി ടെലിവിഷൻ്റെ കാര്യത്തിലുണ്ടല്ലോ. അവിടെ ഏതെങ്കിലും ഒരു അവതാരകനെ ചോദ്യം ചെയ്താലോ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്താൽ പോലും അവിടെ ഒരു വൈരാഗ്യ ബുദ്ധി വരിക, അതിന് ഒരു അരഗൻസോ ധാഷ്ട്യമൊക്കെ വരുന്ന തരത്തിലുള്ളൊരു സംഗതി എല്ലാ മെയിൻ സ്ട്രീം ടെലിവിഷനുമായി ബന്ധപ്പെട്ടും വന്നിട്ടുമുണ്ട്. അപ്പോൾ ഈ ടെലിവിഷൻ എന്ന് പറയുന്ന ഒരു ന്യൂസ് ടെലിവിഷൻ്റെ കാര്യത്തിൽ അവതാരകരുടെ ശൈലി അല്ലെ അവതാരകർ എന്നുള്ളത് ഞാൻ അതിനെ ഏറ്റവും ലൈറ്ററായി ആളുകളോട് ഏറ്റവും ഇടപഴകുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്നുള്ളത് എന്താണ് ഈ അവതാരകരുടെ ശൈലിയെക്കുറിച്ച് പൊതുവായി പറയാം? ഞാൻ പറയുന്നറിയോ മനുഷ്യ, ഇതിന് ഒന്നാമത് ഇപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുള്ളവരോ അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റിലുള്ളവരോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ നമ്മളെ എതിർത്താലും അത് അത്രയും ഗൗരവമായി എടുക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ ശരിയാണെങ്കിൽ, ശരിയല്ലെങ്കിൽ പിന്നെ പ്രശ്നമാണ്, നിങ്ങൾ ആൻസറബിൾ ആണല്ലോ. അപ്പോൾ അത് പിന്നെ അവർക്ക് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് നമ്മുടെ പരിമിതി അറിയാൻ പറ്റും. തീർച്ചയായിട്ടും ഈ ടെലിവിഷനിലുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ മോർണിംഗ് ഷോ തുടങ്ങുന്ന സമയത്ത് ഒരു വാർത്താ ചാനലിൽ നിന്ന് മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ ഞാൻ ആളുകളുടെ യൂട്യൂബ് കമൻറ്റുകൾ വായിച്ചു തുടങ്ങി. അതെ. അപ്പോൾ എല്ലാവരും പിന്നെ അയാൾ യൂട്യൂബിലുള്ള കമൻറ്റ് വായിച്ച് ഇനി വാർത്ത നന്നാക്കാൻ പോകും എന്നായിരുന്നു പല ആളുകളും പരിഹസിച്ചത്. പക്ഷേ ഇപ്പം എല്ലാവരും മൊബൈൽ എടുത്തു വെച്ചിരിക്കുക. ഇപ്പം അതുകൊണ്ട് ഞാനിപ്പം മൊബൈൽ മാറ്റിയിട്ട് ഐപാഡ് ആക്കിയിരിക്കുക. എന്തെങ്കിലും ഒരു മാറ്റമാട്ടെ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും വാർത്ത വായിക്കും. മാത്രമല്ല ഇപ്പം ഈ വേറെ കാര്യം പറഞ്ഞാൽ കോട്ടയത്ത് ഇപ്പം ബോനും മോളി നന്നായിട്ട് വിറ്റഴിയുന്നതാണ്. കാര്യം വാർത്തയ്ക്ക് കൂടെ കോമഡി പറയണമല്ലോ. ഇപ്പോൾ ടോംസ് ഉണ്ടായിരുന്ന വലിയ മാർക്കറ്റായിട്ട് കാര്യം ആളുകൾ ഒരുപാട് ഉപദേഷ്ടാവായിട്ട്. പക്ഷേ എല്ലാവരും ഇപ്പം മാത്രമല്ല, ഞാൻ ഈയിടെ കണ്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നമ്മുടെ ഒരു വാർത്താ ചാനലിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു വാചകം പറയുന്നതിന് ഇടയ്ക്ക് ആ കുട്ടി എവിടെ ഒരു മലിനജലം ഒഴുകുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ മലിനജലം ആ കുട്ടി ഓരോ 2 വാക്കിലും ചിരിക്കുക. ഭയങ്കര വൃത്തികേടാ. കാര്യം ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ചിരിച്ച് പ്ലസൻ്റായിട്ട് അവതരിപ്പിക്കണം, ഇഷ്ടം പോലെ ചിരിയിലൂടെ ആളുകളെ നമ്മൾ ആകർഷിക്കണം എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇപ്പോൾ കേരളത്തിലെ മുഖ്യധാര ചാനലുകളിലെല്ലാം എല്ലാവരും എഴുന്നേറ്റ് നിന്നു. നമ്മൾ വരുത്തിയൊരു മാറ്റമായിരുന്നു. ആരും ഇരിക്കുന്നില്ല, ഒരു മാറ്റം. രണ്ടാമത്തെ മുണ്ടെടുത്തു. അപ്പോൾ എല്ലാവരും ഇപ്പം മുണ്ടെടുത്തു കഴിഞ്ഞല്ലോ. മൂന്നാമത് യൂട്യൂബ് വായിക്കും, എല്ലാവരും യൂട്യൂബ് വായിച്ചു തുടങ്ങി. അതുകൊണ്ട് എന്തോ കുഴപ്പം. ഇപ്പോൾ ഈ ഏഷ്യൻ ന്യൂസിൻ്റെയോ മനോരമ ന്യൂസിൻ്റെയോ മാതൃ ന്യൂസിൻ്റെയോ കാണാൻ വെയിറ്റ് ഇടിഞ്ഞിട്ടുണ്ടോ? അവരുടെ വാർത്തയുടെ സീരിയസ്നെസ് പോയോ? ഒന്നുമില്ല. വാർത്ത പറയുമ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ ട്രെയിൻ മറിഞ്ഞ് 4 പേര് കൊല്ലപ്പെട്ടു എന്ന് അവിടെ ആസ്ഥാനത്തെ കോമഡി അടിക്കരുത്, കല്യാണ വീട്ടിൽ ദുഃഖ ബാൻഡ് അടിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കാരണം ആ വാർത്ത പറയുമ്പോൾ നമ്മൾ അബ്സല്യൂട്ട്ലി സീരിയസ് ആണല്ലോ. കാര്യം ഒരു മനുഷ്യൻ്റെ കണ്ണീരിൻ്റെ അംശം നമ്മൾ പറയുമ്പോൾ നമ്മളവിടെ തമാശ പറയാൻ നിൽക്കത്തില്ലല്ലോ. നമ്മൾ ഒരു സാമാന്യ ബുദ്ധി, ഒരു കോമൺ സെൻസ് അവിടെ വർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. എനിക്കതിനകത്തൊന്നും ഇപ്പം നമ്മളതിനകത്തൊരു കണ്ടുപിടുത്തം നടത്തിയെന്നുള്ളതല്ല. ഇപ്പം ഞാൻ ഒരു ദിവസത്തിൽ ഞാനിങ്ങനെ
നമ്മുടെ ഒരു നാട്ടിൻപുറമാണ്. ഒരു നടവരമ്പിൻ്റെ അടുത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെ സൈഡിൽ കുറേ തെങ്ങുകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഈ നടവരമ്പിനോട് ഈ രാമൻ ചേട്ടൻ വായിക്കുന്ന വാർത്ത പല രീതി വായിച്ചു നോക്കി. അതിങ്ങനെ വായിച്ച് എങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ ഉണ്ടാവും. ആകാശവാണി കാലത്താണ്. ആകാശവാണി കഴിഞ്ഞ് ഞാനത് വായിച്ചു നോക്കി. കാരണം ഈ പുള്ളിക്കാരൻ ഞാൻ അടിമുടി പ്രൊഫഷണലായ ഒരാളായിരുന്നു രാമൻ ചേട്ടൻ. അത് ഞാൻ അങ്ങനെ ഒരു മോഡലായിട്ട് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അങ്ങേരുടെ റിട്ടയർമെൻറ്റ് ഡേയിലെ അവസാനത്തെ വാർത്ത പുള്ളി അങ്ങനെ വൈകുന്നേരം 6:15 വായിച്ച്. ആ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് അങ്ങ് പോവുക, പിന്നെ ഇങ്ങോട്ടില്ല. അപ്പം അന്ന് എങ്ങനെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന അറിയാൻ എനിക്കൊരു കൗതുകം ഉണ്ടായിരുന്നു. ഞാൻ അന്നിങ്ങനെ വിടാതെ അങ്ങനെ അറിയാതെ പിന്തുടർന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ അങ്ങനെ എങ്ങനെ അറിയും, ഈ എല്ലാത്തിനും വരച്ച് വെച്ചാൽ വായിക്കുന്നത്. അതായത് ഞാൻ തിരുവനന്തപുരത്ത് ഒരു വര വരയ്ക്കും, അവിടെ നിർത്താൻ വേണ്ടി ഈ കോമഡിന് പകരം തിരുവനന്തപുരത്ത് 4 മാസമായി പ്രായമുള്ള ഒരു വര വരയ്ക്കും. ഒരു കുട്ടിയെ കണ്ടപ്പോൾ വര വരയ്ക്കും, ഇങ്ങനെ വരയ്ക്കും. സത്യത്തിൽ ഈ റിട്ടയർമെൻറ്റ് ദിവസം അങ്ങനെ വരയ്ക്കേണ്ട, അന്ന് തെറ്റെന്ത് വരുത്തിയാലും പ്രശ്നമില്ല. പക്ഷേ പുള്ളി അന്ന് പേനെടുത്ത് വരയ്ക്കുന്ന ഞാൻ നോക്കിയപ്പോൾ. എന്ന് മാത്രമല്ല, ഈ വൈകുന്നേരം 6:15 ആ ബുള്ളറ്റിനും കേട്ടവർക്കെല്ലാം ഒരു കാര്യം മനസ്സിലായി, ഇനി ഒരു 100 കൊല്ലം കൂടി ഇങ്ങനെ ഇവിടെ നിന്ന് വാർത്ത വായിക്കുമെന്ന്. ആ ഗൗരവത്തിലാണ് വായിക്കുക. അത്രയും പ്രൊഫഷണലായ ആളാണ്. അടിമുടി പ്രൊഫഷണലായിട്ട് ഈ വാർത്ത വായിക്കുന്നതിൻ്റെ പുള്ളിക്ക് പിന്നെ അതിനകത്ത് തമാശയൊന്നുമില്ല. ഒരു ഭയങ്കര ഒരു കക്ഷി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മുന്നിൽ ഈ വാർത്താ അവതാരകർ എന്ന് പറഞ്ഞിട്ട് വഴികാട്ടിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാനിങ്ങനെ പല ടൈപ്പായിട്ട് ഇങ്ങനെ പറഞ്ഞു നോക്കുക കേട്ടോ. സംസ്ഥാനത്ത് 4 മാസമായി കുടിവെള്ളം കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ തെങ്ങ് ഒരാളിരിപ്പുണ്ടായിരുന്നു. അയാൾ മോനെ നിനക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോടാ, നീ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ട് പോകുന്നു, എന്തുവാ നീ പറയുന്നത്? ഞാൻ ചേട്ടാ വാർത്ത പറയാ ചേട്ടാ, അത് വാർത്ത പറയാൻ നീ എന്തിനാ വന്നത്, വേറെ ആണുങ്ങൾ വായിച്ചോളിയല്ലോ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പം നമ്മൾ ഇത് പ്രത്യേകിച്ച് ഞാൻ ഈ മനീഷിനൊക്കെ അറിയുന്നത് നമ്മൾ പലപ്പോഴും ഈ മുമ്പിരിക്കുന്ന പ്രോംപ്റ്റർ നോക്കി വാർത്ത വായിച്ച് ശീലിച്ചവരാണ്. അപ്പോൾ സേഫായിട്ട് വേണമെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് മാത്രം നോക്കി ഒരക്ഷരവും മാത്രം ഫോളോ ചെയ്യാം. പക്ഷേ ഞാനതങ്ങനെ ഫോളോ ചെയ്യാറില്ല. ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരാളെ എലി കടിച്ചു, ഒരാളെ എലി കടിച്ചെന്നീ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ മലയാളിക്ക് താല്പര്യം. അല്ലാതെ ഒരാളെ എലി കടിച്ചു എന്ന് വികാരഭരിതനായിട്ട് പറയേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ പ്രോംപ്റ്റർ നമുക്കൊരു സപ്പോർട്ടാണ്. കാര്യം ചില കണക്കുകളൊക്കെ കൊണ്ടുവരാനും ഒക്കെ നല്ലതാണ്. എന്നല്ലാതെ ഈ പ്രോംപ്റ്റർ അടിമുടി ഫോളോ ചെയ്ത് വാർത്ത പറയണമെന്ന് പോലും എനിക്ക് തോന്നിയില്ല. കാര്യം ഇപ്പം നമ്മളിപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ BBC അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇരുന്ന ആൾക്കാർ വാർത്ത വായിക്കുമ്പോൾ അവരുടെ വാർത്തകൾ വായിക്കുന്ന അവരുടെ കാലാവസ്ഥയും അവരുടെ ജീവിതമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ കാലാവസ്ഥയിൽ വായിച്ചാൽ മതി എന്നുള്ള എൻ്റെ അഭിപ്രായം. കാരണം ആദ്യമൊക്കെ നമ്മുടെ ആൾക്കാർ നമ്മോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ 1 മണിക്കൂറൊന്നും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, നമ്മൾ ഇരുന്ന് ശീലിച്ചവരാ, അതുകൊണ്ട് നമ്മളോട് എഴുന്നേക്കാൻ പറയല്ലേന്ന് നമ്മൾ ഈ മറ്റുള്ള ചാനലിൽ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ 3 മണിക്കൂർ നിൽക്കുന്നു. ഇപ്പം ഞാൻ മനീഷിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാൻ 9 മണിക്കൂർ നിന്നാണ് ഈ ഫ്ലവേഴ്സിലേക്കും 24ലേക്കും കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് 65 വയസ്സുമായി, ഹിപ്പിനൊക്കെ അത്യാവശ്യം വേദന വരേണ്ട സമയമായി. എന്നെ അതൊന്നും അലട്ടുന്നില്ല. കാരണം നമുക്ക് ചെയ്യാനുള്ളൊരു ചുമതലകളിലൊന്നാണത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് മാത്രമല്ല, നമ്മുടെ ഈ അവതാരകൻ ഒരിക്കലും ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവരുതെന്ന് ഞാൻ പറയുന്ന കൂട്ടത്തില്ല. കാരണം എന്താ അറിയാമോ, നമ്മൾ ഇപ്പം നമ്മൾ തമ്മിൽ തന്നെ ഒരു ദിവസം ഞാനിങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എൻ്റെ ബോസ് എന്നെ വിളിക്കുക. അപ്പോൾ അവിടെ നമ്മൾ തമ്മിൽ കത്തി കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലെയുള്ള മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുക. തുള്ളുന്ന സമയത്താണ് MD വിളിക്കുന്നുണ്ട്, പിയൂണെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല അത്യാവശ്യമാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്ത് എന്ന് പറഞ്ഞിട്ട് ബാക്കി ഇയാളോട് ഹിന്ദുത്വം പോകും. അവസാനം അങ്ങനെ 10 മിനിറ്റ് അല്ല 5 മിനിറ്റ് കാണുമെന്ന് ഞാൻ അവിടെ ചെന്നിട്ട് അവിടെ 1/2 മണിക്കൂറായി. തിരിച്ചു വന്നിട്ടങ്ങ് പോയി. ഫ്ലോ പോയി മാത്രമല്ല, ഇങ്ങനെ പറഞ്ഞത് നമുക്ക് ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ടെൻഷൻ ആണ് ത്രൂ ഔട്ട് എന്നത്. സത്യത്തിൽ ആ ഷോ പാളി. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ അഭിനയിച്ചാലും പിന്നെ നമ്മൾ ഉള്ളിൽ ആ കടലടിക്കുമല്ലോ. അപ്പോൾ നമ്മൾ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ നമുക്ക് വിളി വരത്തില്ല. അപ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ MD കൂടാ ഞാൻ. അപ്പോൾ നമ്മൾ ഈ വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും 4 പിണ്ണാക്ക് വാങ്ങിച്ചു കൊടുക്കാനുണ്ടായത്, അതിനുള്ള പൈസ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. ഈ അവതാരകൻ അതിൽ നിന്നൊക്കെ വളരെ സ്വതന്ത്രനായി അദ്ദേഹം ഈ ക്ലിയർ. ഇപ്പം നമ്മൾ എപ്പോഴും ഞാൻ എൻ്റെ വാർത്താമുറി ശ്രദ്ധിക്കുന്ന കാര്യം, ഈ വാർത്ത വായിക്കാൻ വന്ന ഒരാളെയും ഞാൻ വാർത്ത വായിക്കുന്നതിന് മുമ്പൊന്നും പറയത്തില്ല. അയാൾ തെറ്റുവരുത്തിയാലെല്ലാം വാർത്ത വായിച്ച് കഴിഞ്ഞ് അയാളോട് പറയും. കാരണം അയാളിൽ നമുക്ക് ഇതുപോലെ കുറേ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ കടൽ കയറ്റി വിട്ടവരൊക്കെ ഉണ്ടല്ലോ. ഈ കടലിൽ ഞാൻ ഇവരിലേക്ക് കയറ്റി വിടുന്നത് എൻ്റെ അനുഭവങ്ങളാണ് ശരിക്കും ഈ 24നെ രൂപപ്പെടുത്തുന്നത്. രൂപകൽപ്പന നമ്മൾക്ക് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും ഞാൻ ഒരുപാട് ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ ചെയ്യാം എന്ന് മലയാളികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന കുറേ അഭിപ്രായം രൂപീകരിക്കുന്ന ഒപ്പീനിയൻ ക്രിയേറ്റേഴ്സിനെ മാറ്റി നിർത്തിയ സാധാരണ മനുഷ്യരാണ്. അവരെന്ന് പറഞ്ഞാൽ നൊമ്പരം വന്നാൽ അവരെ കണ്ണ് നിറയും, അവർക്ക് ദേഷ്യം വന്നാൽ അവരുടെ ഇതൊക്കെ ഇങ്ങനെ വീർത്ത് വരും. അത് സാധാരണ മനുഷ്യരാണ്. അപ്പോൾ അവരെ നമ്മൾ ആ രീതിയിൽ ഡീൽ ചെയ്തത്. അല്ലാതെ നമ്മൾ ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ ഇങ്ങനെയാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റൈൽ ബുക്ക് അതായിരുന്നു ഡോക്ടർ എജിമേൻ എന്നോടുള്ളൊരു സ്നേഹവും. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മലയാളിയുടെ
മനസ്സറിയുന്നു, നിങ്ങളിവിടെ മണ്ണിൽ ചവിട്ടി നിൽക്കുന്നു. നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ നിങ്ങൾ ചവിട്ടി. അപ്പം ഞാൻ ഒരു ദിവസം ഒരു പുലിവാലി പിടിച്ചത് നമ്മുടെ കൃഷ്ണൻകുട്ടിയാരുണ്ടല്ലോ നടൻ. കൃഷ്ണൻകുട്ടിയോട് ചോദിച്ചു, കൃഷ്ണൻകുട്ടിയോട് അണ്ണ കഞ്ചാവ് അടിക്കുന്നു കേട്ടല്ലോ അണ്ണ. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞു, അണ്ണ ഈ കഞ്ചാവും ചാരയും മിക്സ് ചെയ്തടിക്കുന്ന പരിപാടി തുടങ്ങിയെന്ന് പറഞ്ഞു. ശരിയാന്ന് അണ്ണ. അപ്പം ഉടനെ സിനിമയിലുള്ള ചില ആൾക്കാരൊക്കെ ഭയങ്കരമായിട്ട് എതിർക്കാനൊക്കെ വന്നു. അപ്പം ഞാൻ പറഞ്ഞു, വേണമെങ്കിൽ എനിക്കും ചോദിക്കാം, മിസ്റ്റർ കൃഷ്ണൻകുട്ടി നായർ, കഞ്ചാവും ചാരായം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഞാനങ്ങനെ ചോദിക്കുന്നില്ല. അങ്ങനെയൊക്കെ അറിയാവുന്ന ലാംഗ്വേജ് ചോദിച്ചെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൃത്യമായിട്ട് മറുപടി പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരു പ്രശ്നവുമില്ല. പിന്നെ മാത്രമല്ല, ഈ ആളുകൾ ഇപ്പം ഒരു ദിവസം എൻ്റെ ഈ വൈദ്യുതി ബോർഡിൻ്റെ തലപ്പത്തൊക്കെ ഒരു IAS ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഈ നമ്മൾ തമ്മിൽ വന്നു. അപ്പോൾ പുള്ളി എന്ന് പറഞ്ഞാൽ, മിസ്റ്റർ നായർ, നിങ്ങൾ എങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ഒരുപാടെടുത്ത് ഞാൻ മേധാവിയായിട്ടിരുന്നു എന്ന് പറഞ്ഞ്. അപ്പോൾ ഇയാൾ വന്ന് ഇങ്ങനെ ഇരുന്നു, കസേരയിൽ ഇരുന്നു. അപ്പോൾ ഇയാൾ ഈ മസിൽ വിടുന്നില്ല, ഏറെ വിടാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇയാൾ IAS ഓഫീസർ, അടിമുടി ഉറങ്ങുമ്പോഴും IAS കാരനാണ്. അങ്ങനെ ഒരു മനുഷ്യൻ. ഉടനെ ഞാൻ പുള്ളിയോട് ചോദിച്ചേ, നിങ്ങൾ ഈയിടെ ഒരു പട്ടി കടിക്കാൻ ഓടിച്ചെന്ന് കേട്ടല്ലോ, പ്രശ്നം വല്ലതും ഉണ്ടായിരുന്നു? ഇയാൾ പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. കാരണം ഇയാളിങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇയാളുടെ ലൈഫിൽ അങ്ങനെ ഉണ്ട്. ഒരു പട്ടി 1.5 കിലോമീറ്ററോളം ഇയാളെ ഓടിച്ചിട്ടുണ്ട് കടിക്കാനായിട്ട്. അപ്പോൾ ഇത് എനിക്കറിയാതെ ഈ കാര്യത്തിലായിരുന്നു. ഞാൻ കയറി ചോദിച്ചോടെ ഇയാളെ കംപ്ലീറ്റ് ഐസായി. പിന്നെ ആ ഷോയിൽ ഒരു കുഴപ്പമില്ല, അയാൾ ഇങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇയാൾ എന്തെങ്കിലും കയറി ചോദിച്ചോളാം വിചാരിച്ചിട്ട്. ഈ ആദ്യത്തെ ഒരു മസിലേ ഉള്ളൂ, അതങ്ങ് എടുത്ത് കളഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പം ഈ റേഡിയോയിൽ നിന്ന് തുടങ്ങി ടെലിവിഷനിലേക്ക് വരുന്ന സമയത്ത് ഒരു ഭയങ്കര സുരക്ഷിതമായ ഒരു മേഖല വിട്ടിട്ടാണ് ഏഷ്യാനെറ്റിൽ പോകുന്നത്. അതിൽ നമ്മൾ തമ്മിൽ തന്നെ ഒരു 1000 എപ്പിസോഡിന് എടുക്കുന്നു, പിന്നെ ഇതിൽ മറ്റേ ഗിന്നസ് റെക്കോർഡ്സിൽ വരുന്നു. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇപ്പം ഏഷ്യാനെറ്റ്, നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് വിട്ടു പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പേഴ്സണലി ഇനി മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാകുന്ന ഒരു ഘട്ടമായിരുന്നോ? എന്തായിരുന്നു അന്നത്തെ? അങ്ങ് വിട്ടു അങ്ങനെ പോകേണ്ടി വരുന്ന കരുതിയിരുന്നു? യഥാർത്ഥത്തിൽ AR രാജിവെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ 19 കൊല്ലം തികയുമ്പോൾ നമുക്ക് ഒരു കൊല്ലം കൂടെ ആയാൽ റിട്ടയർമെൻറ്റ് എടുക്കാവുന്ന സമയത്താണ് ഞാൻ ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ നിന്ന് രാജിവെച്ചത്. എൻ്റെ അച്ഛൻ പറഞ്ഞ് എൻ്റെ തലയ്ക്ക് ഓളാന്നാണ് പറഞ്ഞത്. കാരണം അങ്ങനെ ആരും ചെയ്തില്ല. UPSC വഴി വന്ന് ഒരു പോസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ പോകുന്ന ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഏഷ്യാനെറ്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് യഥാർത്ഥത്തിൽ അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അന്ന് ഏഷ്യാനെറ്റ് വളരെ ഒരു 10-15 കോടിയെങ്കിലും ലോസിൽ പോകുന്ന ഒരു കമ്പനി. അത് ഞാൻ അകത്ത് ചെന്നതിന് ശേഷം മനസ്സിലായത്. അപ്പോൾ ഞാനിത് ഡോക്ടർ എജിമേനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ എജിമേൻ പറഞ്ഞു, നഷ്ടത്തിലോടുന്ന അല്ല. ഞാൻ ചോദിച്ചു, ഡോക്ടർ എന്നോട് ആ സത്യം പറഞ്ഞില്ലല്ലോ, ഇതൊരു നഷ്ടത്തിലോടുന്ന കമ്പനിയാണോ? അതെ. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇത് പൂട്ടാൻ പോകുന്നത്? അല്ല, പൂട്ടത്തൊന്നുമില്ല. നിങ്ങൾക്കെന്തോ പ്രശ്നം? ഞാൻ പറഞ്ഞു, അല്ല, ഈ നഷ്ടത്തിലോടുന്ന കമ്പനിയിലേക്ക് എന്നെ ആകാശവാണി നിന്ന് വിളിച്ചു വരുത്തിയത് ലാഭത്തിലോടുന്ന കമ്പനി നിങ്ങളുടെ ആവശ്യമില്ലല്ലോ എന്ന് പുള്ളി പറഞ്ഞു. നഷ്ടത്തിലോടുന്ന കമ്പനിയിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ, പോയി ജോലി ചെയ്യാൻ പറഞ്ഞു. പുള്ളി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. ലാഭത്തിലോടുന്ന കമ്പനി വേറെ ആൾക്കാരുണ്ടല്ലോ നമ്മുടെ പണിയിലൂടെ. അപ്പം നമ്മൾ പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവസാനം ഞാൻ ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത് വിൻസ്റ്റൺ ചർച്ചിൽ നടത്തിയ പ്രസംഗമില്ലേ, അതുകൊണ്ട് പ്രഭാഷണം ഈ പുളിയറക്കോണത്ത് നടത്തിയായിരുന്നു ഏഷ്യാൻ്റെ ആസ്ഥാനത്ത്. എല്ലാ സ്റ്റാഫിനെയും വിളിച്ചു കൂട്ടിയിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ദുരന്തത്തിൽപ്പെട്ടു. എൻ്റെ അടുത്ത് ആകാശവാണിയിലുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പറഞ്ഞാൽ, നീ രാജിച്ചു പോകരുത്, നീ ഇപ്പോൾ ഞാനന്ന് അവതാരകനാണ് ഓൾറെഡി, നിന്നെ ആൾക്കാർക്ക് അറിയാം, നീ പിന്നെ എന്തിനാ അവിടെ ഈ ജോലി ഏറ്റെടുക്കാൻ പോകുന്നത്? കുതിച്ച് ഓൾറെഡി അവിടെ ചെയ്യുന്നുണ്ട്, പോകേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ഡോക്ടർ ജീവനോട് അത്ര നല്ല ബന്ധമായിരുന്നു. ഞാൻ പോയി ഇത് ഞാൻ അറിഞ്ഞതുമില്ല. ഈ നഷ്ടത്തിലോടുന്നെന്നുള്ളതും ഇത് കൂട്ടാൻ പോകുന്നു ഒക്കെ സൂചനയൊക്കെ ഒന്നും അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ പിന്നീടാണ് അവിടുത്തെ ഒരു സാമ്പത്തിക ശാസ്ത്രം എന്നോട് പറഞ്ഞത്, ആ ജോലി ഇനി കിട്ടുമോ എന്ന് ചോദിച്ചു തിരിച്ച്. അത് പോയോ? ഭയങ്കര ചതിയായിപ്പോയി കേട്ടോ, ഇവിടെ വല്ലാത്ത അവസ്ഥയാന്ന് പറഞ്ഞു. അപ്പോഴാണ് ഉള്ളി കാര്യകാരണ സഹിതം ബാലൻസ് ഷീറ്റൊക്കെ പറഞ്ഞ് പ്രശ്നമായി. നമ്മൾ ഉള്ള ഇത് പോയി, ആത്മവിശ്വാസം പോയി. പിന്നെ എനിക്ക് ഒറ്റ സംഭവമേ ഉള്ളൂ. അപ്പം ഞാൻ ഇവരോട്, അപ്പോൾ ഇവർക്ക് സ്റ്റാഫിനൊന്നും ഇത് അറിയത്തില്ല, മാനേജ്മെൻറ്റ് ഒരിക്കലും ഒന്നും പറയില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, 100-150 പേരുണ്ട് എല്ലാം കൂടെ. അപ്പം പ്രോഗ്രാം ഹെഡാണോ വൈസ് പ്രസിഡന്റ്? വൈസ് പ്രസിഡന്റ് ഞാനവിടെ ചെല്ലുന്നത്, പ്രോഗ്രാം മേധാവിയായിട്ടാണ് ചെല്ലുന്നത്, കണ്ടന്റ് ഹെഡാണ്. അപ്പോൾ ഞാൻ ഈ ചെന്നതിൻ്റെ 4ാമത്തെ ദിവസമാണ് ഈ ചർച്ചിലിനെ ഞാൻ മനസ്സിലോർത്തത്. വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ചോരയിൽ ചവിട്ടിയാണ് ഈ സ്ഥാപനം ഇത്രയും വലിയൊരു സാമ്രാജ്യമായത്. നിങ്ങളുടെ ചോരയിൽ ചവിട്ടി തന്നെ ഈ സ്ഥാപനം നിങ്ങളുടെ ശവത്തിൻ്റെ മേളിലൂടെ കടന്നു പോകും. ഈ സ്ഥാപനം മുതലക്കൂപ്പ് കുത്തും. ഇത് ഇത്രയും ലോസാണ്, നിങ്ങളോട് മാനേജ്മെൻറ്റ് പറയാത്തതാണ്. ഇനി നിങ്ങൾക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, നിങ്ങൾ നടുക്കടലിൽ വീണ് കഴിഞ്ഞു, നിങ്ങൾക്ക് ഒന്നുകിൽ മുങ്ങി മരിക്കാം, ഇല്ലെങ്കിൽ ഞാനൊരു ഹതഭാഗ്യനാണ് നിങ്ങളെപ്പോലെ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നോടൊപ്പം നീന്തിക്കയറാം, പറ്റുമെങ്കിൽ നമുക്ക് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ശ്രമിക്കാൻ താല്പര്യമുള്ളവർക്ക് കൈയടിക്കാൻ തോന്നും. അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നമ്മൾ അങ്ങനെയാണ് ഇനി മുതൽ കോമ്പൻസേറ്ററി ഓഫില്ല, ലീവുകൾ അനാവശ്യമായി എടുക്കാൻ പാടില്ല. നമുക്കൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ ഏഷ്യാനെറ്റ് ഒരു ലെവലിലെത്തണം. കാരണം അല്ലെങ്കിൽ നമ്മൾ മുങ്ങി മരിക്കും, വേറെ ഒരു വഴിയില്ല.
നിങ്ങളൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ വഴിയാധാരമാക്കിയിട്ട് ഒരു മുങ്ങി മരണത്തിന് തയ്യാറാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നടത്തിയ ഏറ്റവും വികാരഭരിതമായ പ്രസംഗം അതായിരുന്നു. കാര്യം എൻ്റെ ജീവൻ പോയി കിടക്കുക. കാര്യം നാട്ടുകാർ മൊത്തം പറഞ്ഞതാണ് പോകരുത് പോകരുത്. അത് കേൾക്കാതെ, കാരണം എൻ്റെ വീട്ടിലൊന്നും അറിയത്തില്ല. പിന്നെ എൻ്റെ ഭാര്യയൊക്കെ ഒരിക്കലും ഈ ഞാൻ രാജിവെക്കുമ്പോഴേ ഇത് നല്ല കാര്യം ചെയ്യുന്നതല്ല എപ്പോഴും പ്രതികരിച്ചിട്ടുള്ളൂ. ഏത് രാജിയിലും മുഴുവൻ നന്നായി ഇന്നലെ വെക്കേണ്ടതായിരുന്നു എന്നുള്ള എനിക്കത് അറിയാത്തിലേക്ക് കുറച്ച് ദിവസം കിട്ടുന്ന അതൊന്നുമല്ല. പുള്ളി എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് നിൽക്കട്ടെ എന്നുള്ള എനിക്കറിയില്ല പുള്ളിക്കാരിക്ക് അത് മനസ്സിലായിട്ടുണ്ടോ. കാര്യം നമ്മൾ ചങ്ക് പറഞ്ഞാൽ നിൽക്കുന്നത് നമ്മുടെ പണി പോയി എന്നുള്ള ലൈനിൽ. പക്ഷേ അത് ഒരു കാര്യം സത്യമാണ്, നമ്മുടെ ഈ ചില ആൾക്കാരൊക്കെ പറഞ്ഞില്ല, നമ്മൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ ഒരിടത്ത് നമ്മളെത്തും. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. പക്ഷേ പക്ഷേ മറ്റേ തിയറിൽ ഞാൻ വിശ്വസിക്കില്ല മനീഷ്. ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കും. ഏത് വൃത്തികെട്ട പണിയിലൂടെയും നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്തുക എന്ന് പറയുന്നതൊന്നുമല്ല. ഇപ്പോഴും ഞാൻ പറയുന്നത് അറിയുമ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ലോകമായതുകൊണ്ട് നമ്മൾ ഈ വൃത്തികെട്ട പണികൾ കാണിക്കരുത്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം അറിയും. അപ്പോൾ എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ഈ നാളെ ഞാൻ ഈ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടക്കും, അല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇറങ്ങി നടക്കുമ്പോൾ ആ കള്ളൻ്റെ മക്കളാണ് പോകുന്നത് എന്നാളുടെ പറയാതെ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതാണ് എൻ്റെ വിശ്വാസം. ധാർമ്മികത വിട്ട് ഈ വാല്യൂ സിസ്റ്റം നമുക്കില്ലെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കുന്നത് ഈയിടയ്ക്ക് ഒരു പാർട്ടിയുടെ ആസ്ഥാനത്ത് ഒരു ചർച്ച നടക്കുക. അപ്പോൾ ഈ റഹ്മാൻ ഷോയിലൂടെ നമ്മളൊരു കുരിശ് പിടിച്ചായിരുന്നു. അപ്പം നമ്മൾ അവിടെ കൊച്ചിയിലെ കരഭൂമി നികത്തി റിസോർട്ട് ഉണ്ടാക്കാൻ പോയി ശ്രീകണ്ഠൻ നായർ. നമ്മളത് എതിർത്തതിന് നമ്മളുടെ പുള്ളിക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് പറയുന്നത്. അപ്പം നമ്മളെപ്പോലെ ഇത്രയും വർഷം 40 കൊല്ലം നമ്മൾ ഈ ഏറ്റവും കുറച്ച് രഹസ്യങ്ങളുള്ള സ്ഥലമായി ഫ്ലവേഴ്സ് 24. അപ്പോൾ അതേസമയം എനിക്ക് ട്രെയിനിങ് കിട്ടിയ കളരിയിലെല്ലാം ഭയങ്കര രഹസ്യം സൂക്ഷിക്കുന്നവരെയാണ്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ ഈ നാക്ക് ഭയങ്കര മോശമാണ്. നമ്മുടെ ഇവിടെ ചായ കൊടുക്കുന്ന ആളിനൊക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റ് അറിയാം. നമ്മുടെ ഇവിടെ വന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ ബാലൻസ് ഷീറ്റ് തരാന്ന് വെച്ചാൽ പുള്ളി പറയും അത്ര. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുന്ന് ചില ആൾക്കാരൊക്കെ രാജിവെച്ച് പോയിട്ടും പുറത്തിറങ്ങിയിട്ട് അവർക്ക് ഈ സ്ഥാപനത്തിന് ദ്രോഹിക്കാൻ പറ്റില്ല. കാര്യം എന്താ, ഇവിടെ രഹസ്യങ്ങളില്ല. എല്ലാവരും ഒന്നുമില്ല. ഇയൊക്കെ പറഞ്ഞു കൊടുത്താലും ഒന്നുമില്ല. ഞാനതിൽ പല കാര്യങ്ങളും മാത്രമല്ല ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ പറയും. ഞാൻ മോർണിംഗ് ഷോയിൽ അടുത്ത ആഴ്ച ഇങ്ങനെ പ്രോഗ്രാം വരുന്നത്, മറ്റെല്ലാം ഭയങ്കര രഹസ്യം. വിളി മിണ്ടരുത്, അവിടെ കുറ്റിയൊക്കെ ഇട്ടിട്ടാണ് ഷൂട്ടിങ്, കാര്യം ഇത് ആരും കാണരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കുറേ മണ്ടത്തരത്തിലാണ് ജീവിക്കുന്നത്. എനിക്ക് പല സ്ഥാപനത്തിലും പോയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഞാൻ അവിടെ നിന്നൊക്കെ കുറേ പഠിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾ പഠിക്കുക. ഇപ്പോൾ മനോരമയിൽ ഞാൻ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഒന്നാന്തരം പി മാസ്റ്ററാണ് അവർ. കൃത്യശമ്പളം കൊടുക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല സ്ഥാപനങ്ങളൊന്നും. അതിനുപരി നല്ലൊരു ഗവേഷണ സ്ഥാപനമാണ് അത്. അതായത് ഒരു കാര്യം അവർ ചെയ്യുമ്പോൾ അതിന് വേണ്ടുന്ന റിസർച്ച് എല്ലാം ചെയ്ത് തറവായിട്ട് ചെയ്യും. ഞാനൊക്കെ എടുത്തടി ചെയ്യും. നമ്മൾ ചിലപ്പോൾ റിസർച്ചൊന്നും ചെയ്തൊന്നുമില്ല, നമ്മുടെ സെർച്ച് മാത്രമേ ഉള്ളൂ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല ചെയ്യേണ്ടത്. കാരണം നമ്മൾ ഒരു തട്ടുകട എവിടെയെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ തട്ടുകടയിൽ ചായ അടിക്കാൻ ആൾ വരുമോ നമ്മൾ ആദ്യം അന്വേഷിക്കണം. അതിന് റിസർച്ച് ആവശ്യമാണ്. പക്ഷെ നമ്മൾ തട്ടുകട തുടങ്ങും ആരെങ്കിലും വിളിച്ച് കൂട്ടാന്നുള്ള പ്രതീക്ഷയിൽ. അങ്ങനെ ചിലപ്പോൾ ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പഠിച്ചിട്ടുള്ളത് ഏറ്റവും വലിയ തിയറി അതാണ്. കാരണം ഈ വൈവിധ്യതയുള്ള സ്ഥാപനമാണല്ലോ. നമ്മൾ നോക്കുകയാണെങ്കിൽ ദൂരദർശൻ വേറൊരു രീതിയാണ്, അതിനൊരു വ്യവസ്ഥാപിതമായ രീതിയുണ്ട്. ഏഷ്യാനെറ്റ് വേറെ തരത്തിലൊരു പ്രോഗ്രാം, ഒരു പരീക്ഷണം വേറെ രീതിയിലാണ് ഏഷ്യാനെറ്റ് എന്ന് കൊണ്ടുവന്നത്. പിന്നെ അന്ന് ഈ പറയുന്ന പലതരത്തിൽ പ്രഗത്ഭമതികളായിട്ടുള്ള ആളുകളുടെ നിയന്ത്രണത്തിലാണത്. പിന്നെ സൂര്യ ആണെങ്കിലും പിന്നെ അല്ല ഞാൻ മഴവില്ലാണ് അസോസിയേറ്റ് ചെയ്ത ഭയങ്കര വൈവിധ്യതയുള്ള സ്ഥാപനത്തിലാണല്ലോ. പക്ഷേ ഏഷ്യാനെറ്റ് ഞാൻ പറഞ്ഞ ഇത്രയും ഈ ചർച്ചിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ ഇത്രയും സാഹസികമായ ഒരു കാര്യം ഏറ്റെടുത്ത് പരീക്ഷണം ഏറ്റെടുത്തപ്പോഴും പെട്ടെന്ന് അതൊരു കോർപ്പറേറ്റ് ടേക്ക് ഓവർ, റൂപ്പർട്ട് മർഡോക്കിൻ്റെ ഒക്കെ ടേക്ക് ഓവർ വന്ന സമയത്ത് നമ്മൾ വളരെ അപ്രസക്തമാവുന്നു എന്നുള്ളൊരു സംഗതി. അല്ല, അത് മാത്രമല്ല, എൻ്റെ ഒരു ധാരണ എന്ന് വെച്ചാൽ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വിട്ട് ഞാൻ പേഴ്സണലൈസ് ചെയ്തു പോയി. നമ്മൾ ഈ KR ചുമ്മാ സാർ പണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എപ്പോഴും വിശ്വസിക്കണം ഈ സ്ഥാപനം നിൻ്റെയാണെന്ന്. ഒരു മിനിറ്റ് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, എപ്പോഴും നീ വിശ്വസിച്ചോളണം ഈ സ്ഥാപനം നിൻ്റേതല്ല എന്ന്. ഞാൻ രണ്ടാമത് പറഞ്ഞത് ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മുടെ വീട് പോലെയാണ് നമ്മൾ ഈ സ്ഥാപനത്തെ കാണുന്നത്. ഏഷ്യാനെറ്റ് നമ്മുടെ വീട് പോലെയാണ്. അപ്പോൾ ഏഷ്യാനെറ്റിനെ കുറിച്ച് എന്തെങ്കിലും ആയാലും നമുക്ക് രക്തം തിളയും. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസത്തിൽ സത്യത്തിൽ ഈ ഏഷ്യാനെറ്റിനകത്ത് വേറൊരു ടേക്ക് ഓവർ വരുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ അറിഞ്ഞില്ല. എന്നെ ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ ഉറക്കത്തിൽ വിളിച്ച് ഭാര്യയുടെ പേരും തോന്നി ചിലപ്പോൾ മുഴുവൻ പേരും ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഏഷ്യാനെറ്റിൻ്റെയാണ് നമ്മൾ കൃത്യമായിട്ട് എല്ലാം പറയും. അങ്ങനെ നടക്കുന്ന ഒരാൾ പെട്ടെന്നൊരു ഷോക്കിംഗ് എക്സ്പീരിയൻസ് ആയിപ്പോയി. എല്ലാം കൈവിട്ടു പോയൊരവസ്ഥ. കാരണം നമ്മളുടെ ഒരു സ്ഥാപനം വിട്ട് വരുമ്പോൾ നമ്മൾ ശരിക്കും ഈ സ്ഥാപനത്തിൽ ഒരു ആജീവനാന്ത ഒരു ജോലി കിട്ടും എന്നുള്ളതല്ല, നമുക്കെന്തോ റിയലൈസേഷൻ ഉണ്ടല്ലോ അവിടെ, അതെല്ലാം കൈവിട്ടു പോയാലും എനിക്ക് തോന്നി. അപ്പം ഞാനന്ന് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, ഒരു രാജിക്കൂടെ സമയമായി. ഭാര്യ ചോദിച്ചു, വിൽക്കണം. ഭാര്യ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പറഞ്ഞു,
ഒരു നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ അവിടെ നമ്മുടെ അവതാര ലക്ഷ്യം പൂർത്തിയായി, നമുക്കിനി ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പെട്ടെന്ന് ഈ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഒന്ന് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് എംപ്ലോയി നമ്പറിൽ അറിയപ്പെടും. അവിടെ ഒരു 108 ഉണ്ടല്ലോ, വാട്ട് ഈസ് ഹിസ് നെയിം എന്നേ വരൂ, പിന്നെ പേരില്ല. നമ്മൾ അവിടെ കിരീടം വെക്കാത്ത രാജാവായിട്ട് പുളിയറക്കോണം നടക്കരുത്. പെട്ടെന്ന് നമ്മൾ നമ്മുടെ കാളയ്ക്കൊക്കെ ഇടുന്ന നമ്പർ ചുരുങ്ങി 106 ഏതാണ്ട് നമ്പറിലേക്ക് നമ്മൾ ചുരുങ്ങി. മാത്രമല്ല ഞാനന്ന് ഇതിൻ്റെ ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ തലപ്പത്തുള്ള ഒരാൾ അന്ന് പുളിയറക്കോണത്ത് വന്നു. അതിനെ വല്ലാണ്ട് ഹർട്ട് ചെയ്തൊരു സംഭവമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ട് ഇങ്ങനെ എന്നോട് മിസ്റ്റർ നായർ വാട്ട് യു ആർ ഡൂ ഹിയർ, ഇങ്ങനെ നോക്കി അങ്ങനെ കേട്ടോ. അപ്പം നമ്മുടെ ധാരണ നമ്മൾ ഈ ഐഡിയ സ്റ്റാർ സിംഗറൊക്കെ രാത്രിയിൽ അജയൻ കേന്ദ്രൻ്റെ പ്രൊഡ്യൂസർ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, അതിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നാലും അത് നട്ടപ്പാതിലേക്ക് 34 പോയിന്റ് പോയ പ്രോഗ്രാം, അത് 12:30 മണിക്ക് രാത്രി അതിൻ്റെ ഫിനാലേക്ക് 10 റെക്കോർഡിട്ട പ്രോഗ്രാമൊക്കെ. എൻ്റെ ധാരണ ഈ നെറ്റ്വർക്കിൻ്റെ മൊത്തം ഏരിയയിലും ശ്രീകണ്ഠൻ നായർ അങ്ങനെ ഒരാളുണ്ട് കേരളത്തിൽ, ഭയങ്കര സംഭവം ആൾ. എന്നൊക്കെ അവർക്ക് അറിയത്തില്ല ഇയാളെ. എന്നോട് പേര് ഫുള്ള് പുള്ളി ചോദിച്ചു, എന്തുവന്ന് മൊത്തം പേരും ചോദിച്ചു, ഹൂ ഈസ് യുവർ ഫാദർ, ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നോ 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 ഐ ഡോണ്ട് വാണ്ട് സം മോർ ഡീറ്റെയിൽസ്, മൈ ഫാദർ വാസ് എ ഫാർമർ, നോ നോ ഐ ഡോണ്ട് വാണ്ട് വാട്ട് യു ആർ ഡൂയിങ് ഹിയർ, ഞാൻ ഡൂയിങ് സം പ്രോഗ്രാംസ്. എന്നിട്ട് ഞാൻ ഈ മേധാവിയോട് തിരിഞ്ഞിട്ടു, ഇങ്ങനെ എത്ര കണാപ്പന്മാരോട് നമ്മുടെ ബയോഡേറ്റ പറയേണ്ടി വരും ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡോർ വലിച്ചടച്ചിറങ്ങിപ്പോയി. വൈ ദിസ് ഫെലോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അവിടെ ഈ നമ്മുടെ ബോംബെയിൽ നിന്ന് വന്ന കക്ഷി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് മനസ്സിലായി, കാരണം അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഈസ് ദ പില്ലർ ഓഫ് ഏഷ്യാനെറ്റ് എന്നൊക്കെ നമ്മുടെ ബോസ് പറഞ്ഞു നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. എന്നാലും എനിക്കത് നമ്മുടെ ശരിക്കും നമ്മൾ ഈ രക്തം കൊടുത്ത് നിർത്തുന്ന സ്ഥാപനത്തിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സീറോ ആയിട്ട് ഇല്ലാതാവുമ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ് ഓർത്തു, നിന്നെ അവർ ആവശ്യത്തിന് ഉപയോഗിക്കും, അത് കഴിഞ്ഞ് നിന്നെ ചവിട്ടിയെടുത്ത് പുറത്ത് കളയും. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ ആയിരിക്കില്ല. ഇത് ആരുടെ ഒരാളിൻ്റെ കീഴിലല്ല, നീ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ്. നീ മരിക്കുന്നത് വരെ ഈ സ്ഥാപനം നിൻ്റെ കൂടെ സംരക്ഷണത്തിലുണ്ടാകും, നീ മറക്കരുതെന്ന് ഒരു സുഹൃത്ത് എന്നോട് ഉപദേശിച്ചു. ഞാൻ അസൂയക്കാരനായിരിക്കും, നമ്മൾ പോയി രക്ഷപ്പെടുന്നുണ്ട്, നമ്മുടെ വളർച്ചയെ കണ്ട് കയറി കുറുകയിക്കാന്ന് നമ്മൾ പോയി. പക്ഷേ പിന്നീട് അവൻ പറഞ്ഞതൊക്കെ ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചെടുത്തു. അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചു, ഞാൻ രാജി അയച്ചിട്ട് ഞാൻ എൻ്റെ ഉറങ്ങാൻ പറ്റിയ ദിവസമായിരുന്നു. അതിൻ്റെ ഉറങ്ങാൻ പറ്റില്ല. നമ്മൾ കാര്യം നമ്മുടെ സ്വന്തം വീടിനേക്കാളും സ്നേഹിച്ചൊരു സ്ഥാപനം നമ്മളിൽ അവിടെ നമ്മളൊന്നും ഇല്ലാതായി പെട്ടെന്ന്. അപ്പോൾ ഞാൻ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജി എഴുതിയിട്ട് ഞാൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അങ്ങ് കിടന്നു. ഉറക്കം വരില്ലല്ലോ. നമ്മൾ ഈ തലേണെടുത്ത് പടിയിലോട്ട് ഇത് വെച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, വാട്ട് നെക്സ്റ്റ് എന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല. പിറ്റേന്ന് രാവിലെ ഒരാൾ വിളിച്ചു ചോദിക്കുന്നു, നിങ്ങൾക്ക് എങ്ങനെ ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. ബാങ്കിൽ 550 രൂപ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ചോദിച്ചു, നിങ്ങൾക്ക് നാളെ മുതൽ പാല് വാങ്ങണം, കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യണം, എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടാണോ നിങ്ങൾ ഈ രാജിയൊക്കെ വെച്ചത് എന്ന് ചോദിച്ചു. ഈ രാജി പുറത്തിറങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു, ആകെപ്പാടെ മനുഷ്യരുടെ ടെൻഷൻ അടിച്ചിരിക്കുക, അതിൻ്റെ കൂടെ ഇനി നാളെ മുതലുള്ള ചിലവ് കൂടെ എന്നെ ബോധ്യപ്പെടുത്തല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അപ്പോൾ കുറേ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാലം കഴിഞ്ഞിട്ട്, അപ്പോൾ എൻ്റെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് നമ്മൾ ഈ നാട്ടുമ്പുറത്ത് വന്നാലുണ്ടല്ലോ മനുഷ്യർ, നമുക്കൊരു കരുത്തുണ്ടാവും കേട്ടോ. നമുക്ക് തെങ്ങ് കയറാനൊക്കെ അറിയാമല്ലോ, നമ്മൾ തെങ്ങിലും കവുങ്ങിലൊക്കെ കയറി പരിചയമുള്ളവരാണല്ലോ. അപ്പോൾ വാഴ വെട്ടാൻ അറിയാം. പിന്നെ നമുക്ക് റേഷൻ കടയിൽ നമ്മൾ ശീലിച്ച സംഭവമുണ്ട്, ഈ മണ്ണെണ്ണ ബാരലിൽ നിന്ന് വളരെ വേഗത്തിൽ മണ്ണെണ്ണ പിടിക്കാൻ അറിയാം. അപ്പോൾ ഒരു 5 കട കിട്ടിയാൽ അത് ജീവിച്ചു പോകാൻ പറ്റും കേട്ടോ. ഭയങ്കര ഞങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രതിയായിരുന്നു ഞാൻ. ഏറ്റവും വേഗത്തിൽ മണ്ണെണ്ണ ബാരലിൽ നിന്ന് പിടിക്കുന്ന ആളായിരുന്നു ഞാൻ. അതുപോലെ ഈ എൻ്റെ അച്ഛൻ്റെ ചെറിയൊരു പലചരക്കട ഉണ്ടായിരുന്നു, റേഷൻ കടയും പലചരക്കടയൊക്കെ ഉണ്ടായിരുന്നു. ഹിന്ദു പേപ്പറിൽ ഏറ്റവും വേഗത്തിൽ കുമ്പിൾ കുത്തുന്നതിൽ ഞാനൊരു എക്സ്പെർട്ടായിരുന്നു, അതിലൊരു പഞ്ചായത്ത് പ്രതിയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള കലാപരിപാടി കുറേ അറിയുന്നുണ്ട്. നമുക്ക് ശരിക്കും ഈ ഒരു ജോലി പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ആരോഗ്യം വേണം, യു ഷുഡ് ബി ഹെൽത്തി, അല്ലേ പിന്നെ രക്ഷയില്ല. നമ്മൾ കിടന്നു പോയി നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നിലനിർത്താൻ പറ്റും. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യുമ്പം എൻ്റെ ഭാര്യയൊക്കെ എൻ്റെ പൂർണ്ണമായിട്ട് എൻ്റെ സപ്പോർട്ടാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ രാജിവെക്കും എന്ന് പറഞ്ഞാലും പുള്ളി അത് ഇയാളെ കൊണ്ട് വേറെ പണി ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള ലൈനിലാണ്. അപ്പം പക്ഷേ നമ്മൾ റോഡിലാകുമ്പം ഈ ആളുകളിപ്പം ഈ ടെലിവിഷനിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊരു മണ്ടത്തരമുണ്ട്, ഒരു ചിന്തയുണ്ട് പലർക്കും. അവർ വിചാരിക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരെല്ലാം നമ്മളെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന, അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ആൾ മാർക്കറ്റിൽ വളരെ എസൻഷ്യൽ ഒരാളെ ആയിരിക്കും. അല്ലാതെ എല്ലാവരും അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് പോകത്തില്ല. പക്ഷേ എല്ലാവരും ഈ നിലക്കണ്ണാടിയൊക്കെ നോക്കി ഇങ്ങനെ തടിച്ച് കൊഴുത്തിരിക്കുകയാണല്ലോ. ഒരു ഞാനങ്ങോട്ട് ഇറങ്ങുന്നു, ഏഷ്യൻ ന്യൂസ്, 24, മനോരമ ന്യൂസ്, മാതൃഭൂമി ന്യൂസ് എല്ലാം ചാടി വരുന്നു, വാടേ ഇങ്ങോട്ട് കയറി വാ മക്കളെ എന്ന് പറയുന്നത്. ഒന്നും സംഭവിക്കത്തില്ല, വീട്ടിലിരിക്കത്തേ ഉള്ളൂ. അത് ആളിൽ അറിയുന്നില്ല. എന്നാലും എനിക്ക് തോന്നുന്നത് ഞാൻ അന്നെടുത്തൊരു തീരുമാനം നന്നായി എന്നാണ് എൻ്റെ ഇന്നത്തെ ഒരു ചിന്ത. എന്തെന്നറിയുമോ, ഞാൻ പിന്നെയും അവിടെ തുറന്നു കഴിഞ്ഞാൽ ഇതെന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പം ആ തിയറി ഓഫ് മൈഗ്രേഷൻ ഉണ്ടല്ലോ, അവിടെ അപ്ലൈ ചെയ്യാൻ നേരമായി. പക്ഷെ ഞാൻ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ പെട്ടെന്നൊന്നും പോയല്ലോ. ഞാൻ 1993 ഡിസംബറിലാണ് ഈ പുളിയറക്കോണം മണ്ണിൽ ചവിട്ടിയത്. ഞാൻ ഇറങ്ങുമ്പോൾ ശരിക്കും 2010
അപ്പോൾ ഒരു സ്ഥാപനത്തിൽ 17-18 വർഷമൊക്കെ തുറന്നു എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പിന്നെ അതിന്റെ വളർച്ചയുടെ എല്ലാ അതിൻ്റെ വളർച്ചയുടെ എല്ലാ മേഖലയിലും ഞാനുണ്ട്. ഇന്നും ഈ ഡോക്ടർ ജിമേനോൻ എന്നോട് അന്ന് നിർബന്ധിച്ച് പറഞ്ഞില്ലെങ്കിൽ ഞാൻ AR തന്നെ തുറന്നേനെ. അതേ എന്നോട് പറഞ്ഞൊരു വാചകമുണ്ട്, ഒരു പ്രവചനം പോലെ വന്നു, നിങ്ങൾക്ക് ടെലിവിഷനിൽ പലതും ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞു. ഞാൻ വിചാരിച്ചു എന്നെ സൂപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന്. പക്ഷെ അങ്ങനെ ഒരാളല്ല. അങ്ങനെ എന്ന് വെച്ചാൽ ഈ ലോകം കൺട്രോൾ അങ്ങനെ ഒരു എൻ്റെ അറിവിലൊരു 10-130 രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മുടെ UN സെക്രട്ടറി ജനറൽ പോലും അത്ര രാജ്യം സന്ദർശിച്ചാണ്. അതുകൊണ്ട് അങ്ങനെ ലോകത്തിലെ ജനങ്ങളെക്കുറിച്ച് അറിയാം. കാരണം നമ്മൾ ഈ ഒരു ദിവസം ഒരു തമാശ ഉണ്ടായി. ഈ ഡോക്ടറെക്കുറിച്ച് നമ്മുടെ NRS ബാബു സാറാണ് കലാമിൽ എഴുതിയത്. സുജയ് ബാബു സാർ പേരിട്ടില്ല, സ്റ്റാഫ് റിപ്പോർട്ടറാണ്. പക്ഷേ സാറിൻ്റെ ലാംഗ്വേജ് ആണ് നമുക്കറിയാം. ഈ പൊളിറ്റിക്കൽ കാലിഡോസ്കോപ്പ് എന്നൊക്കെ സാറാ പ്രയോഗിക്കുന്നത്. അങ്ങനെയൊക്കെ ചില പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ പുള്ളി ഇദ്ദേഹത്തെക്കുറിച്ച് വളരെ മോശമായിട്ട് ഒരു ലേഖനം എഴുതി, ഈ ഡോക്ടർ ജിമേനെ കുറിച്ച്. അപ്പോൾ ഞാൻ ഈ ലേഖനത്തിന് മറുപടി എഴുതിക്കൊണ്ട് മുതലാളി എടുത്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മുതലാളി ഇന്ന് സൂപ്പിച്ചളയാം, കാര്യം നമ്മൾ ഇദ്ദേഹത്തിനൊരു മറുപടി കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്തോ പ്രശ്നം. ഞാൻ പറഞ്ഞു ഇങ്ങനെ കലാമൂതിൽ ഡോക്ടറെക്കുറിച്ച് വളരെ മോശമായിട്ട് ലേഖനം വന്നു, അത് എഴുതിയ ആളിനൊക്കെ എനിക്കറിയാം, ഞാനിപ്പോൾ പറയുന്നില്ല. ഞാൻ അതിനൊരു മറുപടി തയ്യാറാക്കിയിട്ടുണ്ട്, ഈ ഒരു മറുപടി അവർക്ക് അയച്ചു കൊടുക്കണം, ഇത് പബ്ലിഷ് ചെയ്തിട്ട് അവിടെ. അപ്പം പുള്ളി ചോദിച്ചു അങ്ങ് വായിച്ച്. ഞാൻ എല്ലാം വായിച്ചു. ഞാൻ പൊടിപ്പും തൊങ്ങലൊക്കെ വെച്ച് ചിലയിടത്തൊക്കെ ഈ സ്പെഷ്യൽ വികാരമൊക്കെ ഇട്ട് കേട്ടോ ഒക്കെ ഇട്ട് ഇഫക്ട്സ് ഒക്കെ ഉണ്ട് ചില സ്ഥലത്ത്. ഫുൾ സ്റ്റോപ്പൊക്കെ നമ്മൾ പങ്ക്ച്വേഷൻ പറയുന്നില്ലെങ്കിലും ഈ ഫുൾ സ്റ്റോപ്പ് ഫീൽ ചെയ്യും പുള്ളിക്ക്. ആ രീതിയിൽ കോമയൊക്കെ ഇട്ട് നമ്മൾ ഈ നാടിൻ്റെ കോമ ഇട്ട് അങ്ങോട്ട് നോക്കും. അപ്പോൾ അദ്ദേഹം ഇമ്പ്രസ് കേട്ടോണ്ടിരിക്കുക പുള്ളി. എല്ലാം കേട്ട് കഴിഞ്ഞ് പുള്ളി പറഞ്ഞു ദേ ആ കൊട്ടയില്ലേ അതിൽ ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് കുറച്ച് സമയം എടുത്ത് പ്രിപ്പയർ ചെയ്താൽ ഇത് കൊള്ളത്തില്ല. ഞാൻ അതെന്താ ഡോക്ടറെ അങ്ങനെ ഇത്തിരി നല്ല സാഹിത്യം അതോ ഇതിൻ്റെ ലാംഗ്വേജ് പോരെ? അതല്ല, അദ്ദേഹത്തിന് മലയാളമൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു ശ്രീനാഥിനെ പറ്റിയ അബദ്ധം എന്ന് പറയും. ഞാൻ പറഞ്ഞത് ഞാൻ ഈസ്റ്റ് യൂറോപ്യൻ കൺട്രിയായ സോവിയറ്റ് യൂണിയനിലെ മോസ്കോയിലിരുന്ന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡായ കൺട്രിയായ ഇന്ത്യയിലേക്ക് നോക്കുന്നു. ഇന്ത്യയുടെ സദേൺ ടിപ്പിൽ ഒരു ക്യാപിറ്റൽ സിറ്റിയുടെ ഒരു ചെറിയ പ്രദേശത്ത് കുറച്ച് ഈഴവർ അധിവസിക്കുന്ന ഒരു സ്ഥലമായ പേട്ടയിൽ നിന്ന് പബ്ലിഷ് ചെയ്യുന്ന വെണ്ണാക്കുളർ എന്നാ പുള്ളി വെച്ച് മാഗസീനിൽ ഈ റെജിമെൻറ്റിനെ കുറിച്ച് ഒരു ചെറിയ ലേഖനം വരുന്നു. ഹൂ ഈസ് ബോദർ ശ്രീനാഥ്, നിങ്ങൾക്ക് എന്താ പറ്റി? ഞാൻ തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് നിങ്ങൾ 8 കിലോമീറ്റർ അപ്പുറമുള്ള പേട്ടയെ കണ്ടു, അതാണ് നിങ്ങൾ യു ആർ മിസ്റ്റേക്കൺ. നിങ്ങളുടെ മനസ്സ് വലിപ്പത്തിലാക്കൂ, വിശാലമായി കാണൂ. അതുകൊണ്ടാണ് ഞാൻ ഇനി ആ കൊട്ടയിലിട്ടേക്കാൻ പറഞ്ഞു. എനിക്ക് കാര്യം മനസ്സിലായി, ഞാൻ കൃത്യമായിട്ട് ആ കൊട്ടയിലിട്ടുള്ളത്. അതാണ് പുള്ളിയുടെ ഒരു സ്റ്റൈൽ. അപ്പോൾ പുള്ളിക്ക് ഈ നമ്മൾ ഈ തമാശ പറയുക, പുള്ളിക്ക് ടെൻഷനുള്ളപ്പോൾ നമ്മൾ കോമഡിയൊക്കെ ചോദിക്കും. അപ്പോൾ പുള്ളിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു. പുള്ളി വിചാരിക്കുന്നത് എപ്പോഴും ഈ കോമഡി നമ്മൾ ഉൽപ്പാദിപ്പിച്ച് വെച്ചേക്കുവാണ് 2 എണ്ണം എടുത്ത്. ഈ സുരാജ് വെഞ്ഞാറമ്മൂടിനെ കാണും ചില ആൾക്കാരെ, അണ്ണാ 2 വിറ്റ് പറയണ എന്ന് പറയും. ഏത് സമയത്ത് അത് രാത്രി വിളിച്ചോണത്തിട്ടൊക്കെ പറയും ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷൻ 2 കോമഡി പറഞ്ഞാൽ. അപ്പോൾ ഈ കോമഡി അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണെന്ന്. പക്ഷേ അതേസമയം എനിക്ക് ഒരു കാര്യം അറിയാം, കേരളത്തിലെ മലയാളികളെ പോലെ ഈ ഫലിതം എൻജോയ് ചെയ്യുന്ന ജനസമൂഹം വേറെ ലോകത്തിൽ കാണത്തില്ല. പുള്ളി തിങ്ങീസ് നമ്മൾ വെളിച്ചത്ത് എൻജോയ് ചെയ്യത്തില്ല. ലൈറ്റ് കിടന്നാൽ നമ്മൾ ആദ്യം അല്ലെങ്കിൽ ഇവൻ പറഞ്ഞത് കോമഡി തന്നെയാണോ ഒന്ന് എഡിറ്റ് ചെയ്തൊക്കെ നോക്കും, അതിനകത്ത് വാലും തലയൊക്കെ ശരിയാണോ വ്യാകരണപ്പെടുന്നുണ്ടോ എല്ലാം നോക്കിയിട്ട് എന്ന് ചിരിക്കും. എന്നാൽ തിയേറ്ററിൽ പോയിരുന്ന് ഈ ഇരുട്ടത്താണെങ്കിൽ കുമ്പ കുലുക്കി കിടന്ന് ചിരിക്കും ആളുകൾ. ഒരു പ്രോബ്ലം ഇല്ല അവിടെ, കാര്യം അവിടെ ഇവരെ ആരും കാണുന്നില്ല. അപ്പോൾ ഇവർ ഈ വെളിച്ചത്തിൽ ചെയ്യാൻ ഇവർക്ക് ബുദ്ധിമുട്ടാണ്, ഇരുട്ടത്താണെങ്കിൽ സൂപ്പറാണ്. അതാണ് ഇവരുടെ സ്റ്റൈൽ. ഞാനതിൻ്റെ കാര്യം പറഞ്ഞതറിയോ, നമ്മൾ ശരിക്കും ഒരു വാർത്താ ചാനൽ ലോകത്ത് പരീക്ഷയില്ലാത്തൊരു കാര്യം 24 പരീക്ഷ. അതായത് തെരഞ്ഞെടുപ്പ് ബുള്ളറ്റിൽ ചെറിയ ഫലിതം കൊണ്ടുവന്നു. ഇലക്ഷൻ റിസൾട്ട് കൗണ്ടിങ് ഡേയിൽ നിന്നും ഒരു തമാശ ആർക്കും പറയാൻ. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എനിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാര്യം നമ്മളിത് അസ്ഥാനത്താവുമോ എന്നുള്ള സംഭവം. പ്രത്യേകിച്ച് കാര്യം ഇത് ചിലപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങി ലോക്കൽ സഖാവ് പോലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അവരുടെ ഈഗോ സ്ട്രൈക്ക് ചെയ്യും, ചിലപ്പോൾ ഇത് പ്രശ്നമാവും, അവർക്ക് സഹിക്കത്തില്ല. അങ്ങനെ ആൾക്കാർ ചീത്ത വിളിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ഫോണെല്ലാം എടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു, നമ്മളൊരു കളി തുടങ്ങാൻ പോവുക. അപ്പോൾ നമ്മൾ ശരിക്കും ഞാനും അരുണും നമ്മുടെ വിജയകുമാറോടെ സംഭവം ചെയ്തു. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണം വന്നു. ഏറ്റവും ലാസ്റ്റിൽ ഞങ്ങൾ ചെയ്തത് ഭയങ്കര സംഭവം ആൾക്കാർ നമുക്കറിയാൻ പറ്റത്തില്ല. കാരണം ലൈവിൽ നമ്മൾ നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേ ആളറിയൂ. അതല്ല യൂട്യൂബിൽ നമ്മുടെ അജയ് വിദ്യാസാഗർ എന്നൊരാൾ യൂട്യൂബിൻ്റെ തലപ്പത്തുണ്ട്, ഏഷ്യൻ ചീഫാണ് പുള്ളി. പുള്ളി എന്നോട് പറഞ്ഞത് യൂട്യൂബിൽ അത് റെക്കോർഡായിരുന്നു, അവിടെ 5.25 ലക്ഷം ആൾക്കാർ ലൈവ് നിൽക്കുന്നത്. അപ്പം നമ്മളെന്താ ആൾക്കാർ നമ്മൾ ഈ ആരാണി മധു എന്നൊക്കെ ചോദിച്ചൊരു സംഭവമൊക്കെ ഭയങ്കര വൈറലായി. അപ്പോൾ CPIയുടെ ഒരു കക്ഷിയായിരുന്നു അങ്ങനെ കൊല്ലത്ത് ഇലക്ഷൻ നിന്ന് ജയിച്ചു. അതായിരുന്നു നമ്മൾ. അപ്പം അരുണും ഇങ്ങനെ മധു 42,000 വോട്ടിന് വിജയത്തിലേക്ക്. ഞാൻ മധു അങ്ങനെ ജയിക്കണം, മധു അങ്ങനെ ഒരു മനുഷ്യനാണ്,
എന്നിട്ട് ഞാൻ ആരാണ് ഈ മധു എന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ പുള്ളി എനിക്കും അറിയത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ആരാണ് ഈ മധു എന്നുള്ള ചോദ്യം ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി CPIയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റി അങ്ങനെ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയറാക്കി. ഇപ്പോൾ കൊല്ലത്ത് പുള്ളി ആരാണി മധു എന്ന് പറഞ്ഞാൽ അവിടെ ഡെപ്യൂട്ടി മേയർ. ഈയിടെ ഞാൻ ഈ സ്റ്റേറ്റ് സ്കൂൾ യൂണിവേഴ്സിറ്റിയിൽ നടക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കൊല്ലത്ത് വെച്ച് കണ്ടു. പുള്ളി ചോദിച്ചു എന്നെ ഓർമ്മയുണ്ട് ആരാണി മധു. ഞാൻ അല്ല ഇപ്പം അങ്ങനെ ചോദിക്കണ്ട, ഞാൻ ഡെപ്യൂട്ടി മേയറാന്ന് പറഞ്ഞു. ആ ഇപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ പറഞ്ഞ അത് നമ്മളിപ്പം തീർച്ചയായിട്ടും ഞാൻ ഇന്നും കൂടെ എൻ്റെ ഭാര്യയെ ബോധവൽക്കരിച്ചു. കാരണം ഞാൻ ഒരു മോർണിംഗ് ഷോയിൽ പറഞ്ഞൊരു കാര്യം ഒരു തമാശയെക്കാളും കുറച്ച് ഗൗരവമായിപ്പോയി എന്ന് പറഞ്ഞ ഒരു കാര്യം പുള്ളി എന്നെ ശ്രദ്ധപ്പെടുത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ഈ അന്തം വിട്ട് കോമഡി പറയുന്നതിനിടയിൽ ചിലത് കൃത്യമായിട്ട് ചീറ്റും, ചിലത് നാട്ടക്കേസാവും. നീ അത് മനസ്സിലാക്കിയാൽ മതി. കാര്യം നമ്മൾ ഈ കോമഡി എറിക്കണം എന്നൊക്കെ പറഞ്ഞാലല്ലോ എറിക്കുന്നത്, നമ്മൾ മരണ വേഗത്തിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലത് വീഴും, ചിലത് ഊർന്ന് വീഴും, ചിലത് ഒന്നുമല്ല. നമ്മളൊന്നും എന്തോ ഇതങ്ങ് സംഭവിച്ചു പോവാണല്ലോ. എറിച്ചില്ല അങ്ങനെയാണ്. പക്ഷേ അത് മലയാളികൾ അത് എൻജോയ് ചെയ്യുന്നത് മാത്രമല്ല, ഈ എന്നെ കണ്ട പല നേതാക്കന്മാരും പറഞ്ഞു കഴിഞ്ഞ ഈ നമ്മുടെ ഈ ലാസ്റ്റ് ലോക്സഭാ ഇലക്ഷനിൽ അവർ കൃത്യമായിട്ട് ഇത്രയും മണിക്കൂർ ഫോളോ. അതും എത്ര മണിക്കൂറാണ്? ഞാൻ തന്നെ 11 മണിക്കൂർ നിന്നു. ഈ 11 മണിക്കൂർ ഞങ്ങൾ 3 പേര് നിന്നിട്ടുണ്ട്. അപ്പോൾ ഈ 11 hours കട്ടൻ കാപ്പിയും ബിസ്ക്കറ്റുമായിട്ട് ഇതിൻ്റെ മുമ്പിൽ കുത്തിയിരുന്ന ആള് അവരുടെ ക്ഷമയുടെ കപ്പാസിറ്റി ഭയങ്കരമാണ്. ചില ആളിൽ ചീത്തയും വിളിക്കുന്നുണ്ട്, ഒരു സ്ഥലം വരെ പോകാനുള്ളതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ. എന്നാൽ പോലും അത് പക്ഷേ അത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എപ്പോഴും നമ്മൾ എങ്ങനെ അറിയാം മനീഷ്, നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് നമ്മളെക്കുറിച്ച് ആൾക്കാർ എല്ലാ അഭിപ്രായങ്ങളും എഴുതും. ഇപ്പം ഫേസ്ബുക്കിലോ എവിടെയൊക്കെ എഴുതും. അപ്പോൾ ഇതാണ് അന്തിമവാക്കം നമ്മൾ വിശ്വസിച്ച് നമ്മൾ അതുവഴി പോകും. ഭയങ്കര അബദ്ധമായി. ഇവരെല്ലാം കൂടെ 50 പേരെ കാണൂ, ഈ 700. 50 പേർക്ക് അപ്പുറം ഒരു 3.5 കോടി മനുഷ്യർ ഇപ്പോൾ നമ്മൾ അവരെ നോക്കാവൂ. ഞാനൊക്കെ ഏതായാലും 1.5 വർഷം സോഷ്യൽ മീഡിയ സ്വിച്ച് ഓഫ് ചെയ്ത ആളാണ്. ചിലപ്പോൾ മനുഷ്യനെ കണ്ടേ കാണത്തില്ല. കാരണം ഞാൻ ഈ ചില ആളുകളുമായിട്ടൊക്കെ ചില ഏറ്റുമുട്ടൽ നടത്തിയപ്പോഴേ അവർ അതിൽ 8 കെയിലൊക്കെ തുടങ്ങിയവരൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവർ അവസാനമുണ്ട് 80,000 കെയിലൊക്കെ ആയി. ഇത് വലിയ അപകടമാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം ഞാൻ തെറി വിളിക്കുന്നുണ്ട്, എൻ്റെ തന്തയ്ക്ക് വിളിച്ച് അവർ കേക്ക് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ശരിയല്ലോ, ഞാൻ നിർത്തിക്കളഞ്ഞു. ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ ഇന്നലെയും കൂടെ ഒരാളടുത്ത് പറഞ്ഞു, നിങ്ങൾ കേക്ക് വേണ്ടി ആൾക്കാർ വരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. കാരണം ഞാൻ നോക്കിയപ്പോഴേ ഒരു കണക്ക് വന്നത് യൂട്യൂബിൽ ഇന്ത്യയിൽ തന്നെ 7.25 ലക്ഷം വ്ളോഗേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ 5,10,000 കേരളത്തിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്കെല്ലാം കേക്ക് കൂട്ടിയല്ലേ വല്ലതും കിട്ടൂ. അതാണല്ലോ അന്തിമമായ പ്രശ്നം. അപ്പോൾ ഇവരിത് കൂട്ടാനും കേക്ക് കൂട്ടാനും നമ്മുടെ തന്തയ്ക്ക് വിളിക്കുന്നുള്ള ഉറപ്പാണ്. മാത്രമല്ല നമ്മുടെ അച്ഛനാണെങ്കിൽ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു സാധാരണക്കാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് എനിക്ക് ഒന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ കണ്ണാടിയിൽ ഇരിക്കുന്ന ഒരു നെയ്യപ്പം അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കാൻ പറ്റുന്ന സമയപ്പോഴേ അദ്ദേഹം മരിച്ചുപോയി. അപ്പം അദ്ദേഹം ടെലിവിഷനിൽ വന്നിട്ടില്ല. ടെലിവിഷനുമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ലായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യനെ കിടന്ന് പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ മകൻ TV-യിലായി ചീത്ത വിളിക്കുന്നത്. അത് ശരിയല്ലല്ലോ എന്നുള്ള എൻ്റെ ധാരണ. ഞാൻ അത് വെച്ച് മാത്രം ഒരു കക്ഷിയുടെ വലിയൊരു ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ. പുള്ളി ബാക്കിയെല്ലാം ഞാൻ പുറത്ത് പുള്ളി ഒരുപാട് എന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു നിരപരാധിയായ എൻ്റെ അച്ഛനെ കുറിച്ച് അയാൾ റെഫർ ചെയ്തു. അതുകൊണ്ട് അത് ഞാൻ ടോളറേറ്റ് ചെയ്യില്ല. ഇപ്പോഴും ആ കേസ് കിടപ്പുണ്ട്. അയാൾ വന്ന് അയാൾക്ക് കേസ് എടുത്ത് കളഞ്ഞുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞതറിയോ, നിങ്ങൾക്ക് എന്നെ പറയാം, എനിക്ക് കാര്യം ഞാൻ പൊതുജന മധ്യം നിൽക്കുന്നത്. ഇപ്പോൾ കുന്താലി കളയ്ക്കാൻ പോയിരുന്ന ആരും പറയില്ലല്ലോ. നമ്മൾ ഈ ജനത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നുകൊണ്ടല്ലേ ഈ ആൾക്കാർ പറയുന്നത്. പക്ഷേ നമ്മളെ ഒരു അതെ എനിക്ക് ഇപ്പം ഞാൻ ഈ നമ്മൾ തമ്മിലൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയാണെങ്കിൽ അമ്മയ്ക്ക് അത്ര വിദ്യാഭ്യാസമില്ലായിരുന്നു. അമ്മ ശരിക്കും ഞാൻ വീട്ടിലങ്ങനെ ആ സിറ്റുവേഷനിൽ പോകത്തില്ലായിരുന്നു. അമ്മ പലപ്പോഴും അമ്മയ്ക്ക് വല്ലതും പറയാണ്ട് ഞാൻ ഈ നമ്മൾ തമ്മിൽ ഒരു അമ്മ ടെലിവിഷനോട് സംസാരിച്ച് പ്രശ്നങ്ങൾ ഇങ്ങോട്ടൊന്നും കേൾക്കണമെന്നില്ല. അപ്പോൾ അത് ആ ബന്ധം അമ്മയ്ക്കെങ്കിലും ഉണ്ട്, അച്ഛൻ അതുമില്ല, ഒരു ഇല്ല. അപ്പോൾ അങ്ങനെ ഒരാളിനെ എന്തിനാണ് നമ്മൾ പ്രതിക്കൂട്ടി നിർത്തുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാര്യം നമുക്ക് പലപ്പോഴും ഈ അച്ഛനും അമ്മയും നമ്മൾ ഒരുപക്ഷെ നമ്മൾ മക്കളെപ്പോഴും ഈ അച്ഛൻ്റെ പ്രസക്തിയൊക്കെ അറിയുന്ന കുറച്ച് മുതിർന്നു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് പിള്ളേരുണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ അച്ഛൻ എന്ത് ബുദ്ധിമുട്ടിയായിരിക്കും നമ്മളെ ഈ വഴിക്കൊക്കെ പിടിച്ച് നടക്കുന്നത്. മറ്റേതൊക്കെയാണ് ഇയാൾ എന്തൊരു തന്തയാണ് എന്നൊക്കെ നമ്മൾ ഈ കൂട്ടുകാരോടൊക്കെ ചോദിക്കുമല്ലോ. ഇനി നമുക്ക് ഫിലോസോഫിക്കൽ പ്രോബ്ലമാണ്, മനസ്സിലാവത്തില്ല തന്തയെ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഞാൻ ഉമ്മൻചാണ്ടിയുടെ അയലത്താണ് താമസിച്ചിരുന്നത്. അതുപോലെ പിണറായി വിജയനെ ഞാൻ വിജയേട്ടാന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അതുപോലെ VS-നെ ഞാൻ പ്രോഗ്രാമിൽ ജനകീയ കോടതിയിൽ കൊണ്ടുവന്ന് വിസ്തരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം EK നായനാർ പ്രോഗ്രാമിൽ വന്നു, AK ആൻ്റണി വന്നിട്ടുണ്ട്, ഇവരെല്ലാം. പക്ഷേ ഇവരോടെല്ലാം വ്യക്തിപരമായ ബഹുമാനം നിലനിർത്തുമ്പോൾ തന്നെ ഞാനൊരു മാധ്യമപ്രവർത്തകൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി ഒരു ആകുലവും പാലിക്കും. ഞാൻ അനാവശ്യമായി കേസിട്ട് വിളിക്കാറില്ല, പറയാറില്ല, ശുപാർശകൾക്ക് പോകാറില്ല. പരമാവധി എനിക്കൊന്ന് ഞാൻ ഈ വിജയേട്ടൻ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു തവണ മാത്രമേ അദ്ദേഹത്തെ അടുത്ത് പോയി കണ്ട് സംസാരിച്ചു. കാരണം ഞാൻ എപ്പോഴും ഈ ഡിസ്റ്റൻസ് നമുക്ക് നല്ലതാണ്. കാരണം ഇവർക്ക് പക്ഷേ നമ്മളിന്നൊരു അകലം തോന്നത്തില്ല. കാര്യം നമ്മൾ സ്ക്രീനിലുണ്ടല്ലോ, സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇവരെ എപ്പോഴും കാണുന്നു എന്നൊരു തോന്നലാണ് ഇവർക്കുള്ളത്. പക്ഷേ നമ്മളവരെ കാണുന്നില്ല.
ഇവരുമായിട്ട് ഒരു ലാവണ്യപരമായ അകലം പാലിക്കുന്നതാണ് നമ്മുടെ തടിക്കുന്നത്.